ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ വീഡിയോയിൽ 12ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് 13ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം ശ്ലോകം എന്ന് ചൊല്ലാം. രുദ്രോ ബഹുശിരാ ബഭ്രുർവിശ്വയോനിഷു ജിശ്രവാഃ അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഃ. യെസ്, രുദ്രോ രുദ്രഃ. രുദ്രഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ കരയിക്കുന്നത്, യഹ രോദയതി, ആരാണോ കരയിക്കുന്നത് അവരാണ് രുദ്രൻ എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകീയ രൂപ സൗന്ദര്യേണ സത്കർമ്മഭിഹി ഭാവുകഹൃദയാൻ ഭക്താൻ ആനന്ദ അശ്രുപാദം ഖാരയതി. ഭഗവാൻ അതാണ് സ്വകീയ രൂപ സൗന്ദര്യേണ, സ്വകീയ രൂപം, സ്വന്തം രൂപം കൊണ്ടും അതിവിശിഷ്ടമായ സ്വന്തം രൂപം കൊണ്ടും മഹാവിഷ്ണുവിൻ്റെ, അതുപോലെ തന്നെ ഭഗവാനെ സൗന്ദര്യം കൊണ്ടും, അതുപോലെ സത്കർമ്മങ്ങൾ കൊണ്ടും, സത്കർമ്മഭിഹി സത്കർമ്മങ്ങൾ കൊണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള ഭഗവാനെ പറ്റി ചിന്തിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ രൂപത്താലും ആ പ്രവർത്തനങ്ങളാലും നല്ല കർമ്മങ്ങളാലും, ഭഗവാൻ നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. സത്കർമ്മ ഏവ ഭഗവാൻ കരോതി. അപ്പോൾ ആ സത്കർമ്മങ്ങൾ കൊണ്ടും, ഭഗവാന്റെ സത്കർമ്മങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ സ്വരൂപ സൗന്ദര്യേണ, സ്വകീയ രൂപസൗന്ദര്യേണ, സ്വന്തം സൗന്ദര്യകരമായിട്ടുള്ള വശ്യകരമായിട്ടുള്ള രൂപം കൊണ്ടും ഭഗവാൻ ഭക്തരുടെ മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ട് ആനന്ദാശ്രുപാദം ഖാരയതി ഉണ്ടാക്കുന്നു. ഭക്തന്മാരിൽ ആനന്ദാശ്രുപാദം ഭഗവാൻ തൻ്റെ രൂപവൈശിഷ്ട്യത്താലും അതുപോലെ തന്നെ സത്കർമ്മങ്ങളാലും ഉണ്ടാക്കുന്നു. ഭഗവാൻ അതായത് ഭക്തരുടെ കണ്ണുകളിൽ ഭക്തന്മാരെ കണ്ണുനീരണിയിക്കുന്നു. അതുകൊണ്ടാണ് രുദ്രഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബഹുശിരാഹ, ബഹു എന്ന് വെച്ചാൽ ഒരുപാട്. ഭഗവാൻ എന്താണ്? ബഹുശിരസ് ഉള്ളവൻ. സഹസ്രശീർഷ, ഇവിടെ രണ്ട് കാര്യങ്ങൾ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ ബഹുശിരസ്സുള്ളവരാണ്, സഹസ്രശീർഷൻ ഉള്ള ശക്തിവിശേഷമാണ് ഭഗവാൻ. അപ്പോൾ ഇവിടെ ഒന്ന് ബഹൂനി ശിരാംസി, ഒരുപാട് ശീർഷം ഉള്ളവൻ. ശീർഷം എന്ന് പറഞ്ഞാൽ തല, അനേക ശീർഷമുള്ളവൻ. സഹസ്രശീർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 തലകളുള്ളവൻ, 1000 ശീർഷം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 അല്ല ഉദ്ദേശിക്കുന്നത്, 1000കണക്കിന് എന്നുള്ളതാണ് വിവക്ഷിക്കപ്പെടുന്നത്. കാരണം ഭഗവാൻ സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹസ്രശീർഷ, സഹസ്രാറ്റ, സഹസ്രഹസ്ത, സഹസ്രപാദ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. 1000 തലകളും 1000 കണ്ണുകളും 1000 ഹസ്തങ്ങളും 1000കണക്കിന് പാദങ്ങളും ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ അപ്രകാരം വിളിക്കുന്നത്. അപ്പോൾ ബഹുശിരാഹ, അപ്പോൾ ഭഗവാന് എണ്ണമറ്റ ശീർഷങ്ങളും. പിന്നെ എന്താണ്? വേറെ ഒന്നുമുണ്ട്, കൂടെ ഉണ്ട്. തഥാപിസൻ, പിന്നെ 1000കണക്കിന് ഫണങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ 2 കാര്യം. ഒന്ന്, അനന്തരൂപത്തിലും ആദിശേഷൻ്റെ രൂപത്തിലും, ആദിശേഷ രൂപേണ ആദിശേഷ യഹ സഹസ്രപണാഹ, ആർക്കാണോ സഹസ്രപണം ഉള്ളത് അത് ആദിശേഷൻ. ആ ആദിശേഷ രൂപത്തിലും ഭഗവാൻ വിളങ്ങുന്നു. അതുകൊണ്ടാണ് ബഹുശിരാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് ആദിശേഷൻ കൂടി അവിടെ വിവക്ഷിക്കപ്പെടുന്നത്? ഇവിടെ ഓരോ പദങ്ങളും പിന്നീട് വരുന്ന പദങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ല, സ്വതന്ത്രമല്ല. ഓരോ പദങ്ങൾ ഇതുവരെ വ്യാഖ്യാനിച്ച ആ പദങ്ങളുടെയൊക്കെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ഒരു പദം അതിനുശേഷം കണക്റ്റഡ് ആയിട്ടാണ് അടുത്ത പദം, ബന്ധമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഒരേ വാക്ക് തന്നെ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. വസു, പുണ്ടരീകാക്ഷ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിലും വ്യത്യസ്ത അർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്, ഒരേ അർത്ഥമല്ല കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബഹുശിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തകോടി ശിരസോട് കൂടിയ ഭഗവാനും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഫലങ്ങളുള്ള ആദിശേഷനും അനന്തശേഷനും വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? അടുത്ത പദം നോക്കാം. ബഭ്രുഹു. ബഭ്രുഹു രുദ്രോ ബഹുശിര ബഭ്രുർ വിശ്വയോനി ശുചിശ്രവാ. ബഭ്രുർ വിശ്വയോനിഹി. ബഭ്രുഹു വിശ്വയോനിഹി. ബഭ്രുഹു. ബഭ്രുഹു എന്ന് പറഞ്ഞാൽ യഹ ഭരതി. ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത്, യഹ ഭരതി, ആരാണോ താങ്ങി നിർത്തുന്നത്, അതാണ് അവിടെ ബഭ്രുഹു. ആരാണോ താങ്ങി നിർത്തുന്നത് അവൻ ബഭ്രു. സോ ഭഗവാൻ എല്ലാവരെയും താങ്ങി നിർത്തുന്നു, എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. അതുകൊണ്ട് ബഭ്രു. ആരാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത്? ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഏത് രൂപത്തിലാണ്? അനന്തശേഷ രൂപേണ. അനന്തശേഷ രൂപേണ ഭഗവാൻ ഭൂമിം തസ്യ ശീർഷേ ധരതി. ഭഗവാൻ അനന്തശേഷ രൂപേണ 1000 ഫണമുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഫണമുള്ള പത്തികളുള്ള, ആയിരക്കണക്കിന് പത്തികളുള്ള അനന്തശേഷൻ്റെ ആദിശേഷൻ്റെ രൂപത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഭൂമിയെ സ്വന്തം ശിരസിൽ താങ്ങി നിർത്തുന്നു. അതുകൊണ്ടാണ് ബഭ്രുഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുൻ വാക്കിൻ്റെ, മുൻ പേരിൻ്റെ ബഹുശിരാഹ, അതിൻ്റെ ആ കണക്ഷൻ ഇവിടെ കണ്ടുവല്ലോ. ബഭ്രുഹു അതായത് യഹ ഭരതി തഥാവിധ സൻ. തഥാവിധ എന്ന് പറഞ്ഞാൽ 1000 ശിരസ്സോടു കൂടി ഇരുന്നു കൊണ്ട് ബിഭർത്തി താങ്ങി നിർത്തുന്നു. അതുകൊണ്ട് ബഭ്രുഹു. എന്തിനെയാണ്? അനന്തശേഷ രൂപേണ സഹ ഭൂമിം ശിരസി ധരതി. ഭഗവാൻ അനന്തശേഷ രൂപത്തിൽ സ്വന്തം ശിരസിൽ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നു. അതുകൊണ്ട് ഭഗവാൻ ബഭ്രുഹു. പിന്നെ വിശ്വയോനിഹി. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, യോനിഹി എന്ന ഉത്ഭവസ്ഥാനം. അപ്പോൾ ലോകത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. കാരണം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അർത്ഥം സ്വല്പം വ്യത്യാസമുണ്ട്. വിശ്വയോനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകല ചരാചരങ്ങളുടെയും ഉത്ഭവസ്ഥാനം, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്നാണ് സാധാരണയായിട്ടുള്ള മീനിങ്. അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്വല്പം വ്യത്യസ്തമായിട്ടൊരു മീനിങ്ങാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? അനന്തരൂപേണ, അനന്തശേഷ രൂപേണ സഹ സർവാൻ ഭക്താൻ സ്വസ്മിൻ ഏവ ആത്മനി ഏവ യുക്തെ യോജയതി. ഭഗവാൻ ഭക്തരെ എന്തു ചെയ്യുന്നതാണ്? സ്വസ്മിനേവ ആത്മനിയേവ, തന്നിലേക്ക് തന്നെ ഭഗവാൻ എന്തു ചെയ്യുന്നു? യോജിപ്പിച്ചു നിർത്തുന്നു. അതുകൊണ്ട് ഭഗവാനെ വിശ്വയോനിഹി എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അനന്തശേഷ രൂപേണ ഇവിടെ ഭഗവാൻ സകലതിനെയും തൻ്റെ ശിരസിൽ താങ്ങി നിർത്തുകയും ഇവിടെ ഈ ഭക്തന്മാരെ വിശ്വയോനിഹി, വിശ്വത്തിൻ്റെ ഉറവിടമായ ഈ ഭഗവാൻ അനന്തശേഷ രൂപത്തിൽ സകല ഭക്തന്മാരെയും തന്നിലേക്ക് യോജിപ്പിച്ചു നിർത്തുന്നു, യോജിപ്പിക്കുന്നു എന്നർത്ഥം. ഭക്തന്മാരെ ഭഗവാൻ എപ്പോഴും എല്ലാ സമയത്തും സദാ ഭക്തസ്യ സമീപമസ്തി, ഭക്തന്മാരുടെ സമീപത്ത് തന്നെയാണുള്ളത്. ആ ഭക്തന്മാരിലെ തന്നിലേക്ക് തന്നെ യോജിപ്പിച്ചു നിർത്താനായിട്ട് ഭഗവാൻ എന്തു ചെയ്യുന്നു? എപ്പോഴും പരിശ്രമിക്കുന്നു. ആ ഭക്തൻ എപ്പോഴും അവരെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം, തന്നിലേക്ക് തന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. പിന്നെയോ ശുചിശ്രവാഹ. ശുചിഹി മീൻസ് പവിത്രമായത്.
ശുചി, ശുദ്ധമായത്, ശുചി. ശ്രവാഹ, ശ്രവ കേൾക്കുന്നവൻ എന്നർത്ഥം. ആരാണോ കേൾക്കുന്നവൻ ശ്രവാഹ. അതായത് ഭക്താനാം ശുചീയാനി വജാംസി, ഭക്താനാം ശുചീയാനി ശ്രാവണീയാനി വജാംസി, ഭക്തന്മാരുടെ ശുചീയാനി പവിത്രമായതും കളങ്കമറ്റതും നല്ല വാക്കുകൾ, അത് ശ്രാവണീയാനി, ശ്രാവണീയാൻ കേൾക്കാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റാത്തതുണ്ട്. അസുഖം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. നല്ല വാക്കുകൾ, സ്വീറ്റ് വേർഡ്സ്, മാധുര്യമേറിയ എല്ലാവർക്കും ഹിതകരമായിട്ടുള്ള വാക്കുകൾ, അതാണ് ശ്രാവണീയാനി, കേൾക്കാൻ പറ്റുന്ന വജാംസി വാക്കുകൾ. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ശൃണോതി, എപ്പോഴും ശ്രദ്ധിക്കുന്നു. ഭഗവാൻ ആ പവിത്രമായിട്ടും ഭക്തന്മാരുടെ അഥവാ മനുഷ്യരുടെ പവിത്രമായതും അതുപോലെ കേൾക്കാൻ അർഹതയുള്ളതുമായ വാക്കുകൾ, സ്വീറ്റ് വേർഡ്സ്, മാധുര്യമേറിയ ഹിതകരമായ വാക്കുകൾ ആര് പറയുന്നു? ആ വാക്കുകൾ ഭഗവാൻ കേൾക്കും. അല്ലാത്തതോ, അല്ലാത്തത് കേൾക്കില്ല എന്നർത്ഥം. പാപപങ്കിലമായിട്ടുള്ള, കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ പറയുന്നതിന് ഭഗവാൻ ശ്രദ്ധിക്കില്ല എന്നർത്ഥം. നല്ല വാക്കുകൾ, പവിത്രമായ വാക്കുകൾ സംസാരിക്കാനും മറ്റുള്ളവർക്ക് ഹിതകരമായ വാക്കുകൾ, അത് ആത്മാർത്ഥമായിരിക്കണം. പുറമേ മാധുര്യമേറിയ വാക്കുകളും ഉള്ളിൽ എന്ത് നിനക്കിട്ട് വെച്ചിട്ടുണ്ട എന്നുള്ള ആ ചിന്താഗതിയുള്ള ആ ദുരുദ്ദേശപരമായിട്ടുള്ള ആ മനസ്കൻ്റെ വാക്കുകൾ ഭഗവാൻ ഒരിക്കലും ശ്രദ്ധിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഭക്തന്മാരായിരിക്കണം, അത് നല്ല വാക്കുകൾ പറയുന്നവനായിരിക്കണം, പവിത്രമായിരിക്കണം വാക്കുകൾ, ആർക്കും ദ്രോഹം ചെയ്യാത്തതും ആത്മാർത്ഥവുമായിട്ടുമുള്ള വാക്കുകൾ കേൾക്കുന്നവനാരോ, അതുകൊണ്ടാണ് ശുചിശ്രവാഹ, പവിത്രമായ വാക്കുകൾ കേൾക്കുന്നവനർത്ഥം. അടുത്തത് അമൃത, അമൃത അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഹ. അമൃത, അമൃത മീൻസ് അമൃത് തന്നെ. ഭഗവാൻ അമൃത, ഭക്തസ്യ അമൃത, ഭക്താനാം അമൃത, ഭക്തന്മാരുടെ അമൃതാണ് ആര്? ഭഗവാൻ. എന്തുകൊണ്ടാണ്? ഭക്താനാം ജരാ മൃത്യോഹോ വാരണേന നിരതിശയ മാധുര്യേണ സർവദാ സഹ ഭക്താനാം അമൃത. അമൃത ഭക്താനാം ജരാമൃത്യോഹോ, ജരയും വാർദ്ധക്യം ബാധിക്കും, ജര. പിന്നെ മൃത്യോഹോ, ജരയുടെയും മരണത്തിൻ്റെയും, വാർദ്ധക്യം അതുപോലെ തന്നെ മരണം എന്നിവ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതിനെ അകറ്റുന്നു. വാരണേന, അകറ്റിക്കൊണ്ട്. വാരണം, നിവാരണം, മാറ്റിക്കൊണ്ട്. ഭക്തന്മാരുടെ ജര, മൃത്യു ഇവകളെ അകറ്റിക്കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള നിരതിശയ മാധുര്യേണ ഭഗവാൻ എന്തു ചെയ്യുന്നു? സർവദാ സഹ ഭക്താനാം അമൃത. അതുകൊണ്ട് ഭഗവാൻ മാധുര്യത്തോടു കൂടി, അതാണ് നിരതിശയ മാധുര്യത്തോടു കൂടി ഭഗവാൻ ഭക്തന്മാരുടെ ജരയെയും മരണത്തെയും അകറ്റി നിർത്തുന്നത് കൊണ്ട് ഭഗവാൻ ഭക്തന്മാരുടെ അമൃത് എന്ന് വിളിക്കപ്പെടുന്നു. അമൃത് എന്ന് വിളിക്കപ്പെടുന്നു, അറിയപ്പെടുന്നു. എങ്ങനെയാണത്? ഭക്തന്മാർക്ക് മോക്ഷത്തെ നൽകിക്കൊണ്ട്. ഭക്തന്മാർക്ക് മോക്ഷം നൽകുക വഴി ജനന മരണങ്ങളിൽ നിന്നുള്ള മോക്ഷമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ജരാനരകളിൽ നിന്ന്, ജരാനര മരണം, മൃത്യു, ജരാമൃത്യോഹ, ജരയിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിവാരണേന അകറ്റിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി ഭക്തന്മാരെ സംരക്ഷിക്കുന്നു പറഞ്ഞെങ്കിൽ ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കുന്നു. അപ്രകാരം ഭഗവാൻ ഭക്തന്മാരുടെ അമൃതായി വർദ്ധിക്കുന്നു അർത്ഥം. അതുകൊണ്ടാണ് ഭക്തന അമൃത എന്ന് ഭഗവാനെ ഉച്യതേ പറയപ്പെടുന്നത്. ഇനി
ശാശ്വതസ്ഥാണുഹു, ഭഗവാൻ ശാശ്വതനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദി അന്തം ഇല്ലാത്ത ശക്തിവിശേഷമാണ് ഈ പരമപുരുഷനായ മഹാവിഷ്ണു. ഇവിടെ പരമപുരുഷനാണ് പരബ്രഹ്മമായിട്ട്, ആരെ തന്നെയാണ് ബ്രഹ്മമായിട്ട്, ശക്തിവിശേഷമായിട്ട്, പ്രപഞ്ചശക്തിയായിട്ട് വിഷ്ണുവിനെയാണ് നമ്മൾ കാണുന്നത്. ആ വിഷ്ണു ശാശ്വതമാണ്, സ്ഥാണുവുമാണ്, ദൃഢൻ, മാറ്റങ്ങളില്ല. ഭക്തന്മാരെ സഹായിക്കുന്നതിൽ നിന്ന് മാറ്റമില്ല, അചഞ്ചലനാണ് ഭഗവാൻ. ദൃഢ അവിചല, അതാണ് ശാശ്വത, സ്ഥിര. ശാശ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാശ്വതസ്ഥാണു, ശാശ്വത സ്ഥിരമാണ്, സ്ഥാണു ദൃഢമാണ്, മാറ്റമില്ലാത്തത്, അവിചലം ദൃഢനും അവിചലനും, മാറ്റമില്ലത് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ സംരക്ഷണത്തിൽ നിന്നും ഒരിക്കലും മാറ്റം വരാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ശാശ്വതസ്ഥാണു അല്ലെങ്കിൽ സ്ഥിരസ്ഥാണു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരാരോഹോ മഹാതപാഹ, വരാരോഹ, വരം എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായത് വരം. പിന്നെ ആരോഹണം ഉയരത്തിലേക്ക് പോകുക എന്നർത്ഥം. ആരോഹണം കയറുക, മേലോട്ട് പോവുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആരോഹണം എന്ന് പറഞ്ഞാൽ സ്വപ്രാപ്തി, ഭഗവത പ്രാപ്തി, ഭഗവാനെ സാക്ഷാത്കരിക്കുക, ഭഗവാനെ പ്രാപിക്കുക എന്നർത്ഥം. ഭഗവാനിൽ ലയിക്കുക എന്നർത്ഥം. അത് മോക്ഷത്തെ പ്രാപിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ്, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള നമ്മൾ നേടിയെടുക്കാൻ ഉത്കൃഷ്ടമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ളവൻ, ഭക്തന്മാർക്ക് നേടിയെടുക്കാനുള്ള അത്യുത്തമമായിട്ടുള്ള ലക്ഷ്യം ഏത് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്, ഭഗവത്പ്രാപ്തി തന്നെയാണ്, ഭഗവത പ്രാപ്തി തന്നെയാണ്. അതുകൊണ്ടാണ് വരാരോഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ വരാരോഹോ മഹാതപാഹ എന്ന് പറഞ്ഞാൽ കൊടും തപസ് ചെയ്യുന്ന എന്നർത്ഥം. ഇതാണ് നമ്മൾ ഉടനെ പറയാം മഹാതപാഹ. തപസ് എന്ന് പറഞ്ഞാൽ തപസ് തന്നെ. അപ്പോൾ ഇവിടെ അർത്ഥവ്യത്യാസമുണ്ട്. മഹാതപാഹ, മഹാ എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള, ഇൻകമ്പയറബിൾ, ഒരിക്കലും നമുക്ക് തുലനം ചെയ്യാത്ത രീതിയിൽ സുപ്രീമായിട്ടുള്ള, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തപഹം, ജ്ഞാനം, അറിവാണ്. അങ്ങേയറ്റത്തെ ഉത്കൃഷ്ടമായിട്ടുള്ള സുപ്രീമായിട്ടുള്ള ജ്ഞാനിയാണ് ആര്? ജ്ഞാനിയായവനും ആണ് ഭഗവാൻ എന്നർത്ഥം. ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഭഗവാന്റെ ആ ബ്രഹ്മരൂപമാണ്. ബ്രഹ്മരൂപം എന്ന് പറഞ്ഞാൽ ആ പരമപുരുഷത്വത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത് പരബ്രഹ്മം, അതായത് പ്രപഞ്ചശക്തി. എല്ലാം അതിന് കീഴെയാണ്, ഒന്നും അതിന് മേലെയല്ല. എല്ലാത്തിനും സുപ്രീമായിട്ടുള്ള, എല്ലാത്തിനും മീതെയിരിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മരൂപത്തെയാണ് ഇവിടെ മഹാതപാഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് മഹാജ്ഞാനി, അങ്ങേയറ്റത്തെ ഉത്കൃഷ്ട ജ്ഞാനമുള്ളവൻ, ഭഗവാന് കീഴേ ബാക്കിയല്ല ഉള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഒംനി പൊട്ടൻറ്റ്, ഏറ്റവും ശക്തിയുള്ളവൻ, ഒംനി പ്രസൻറ്റ്, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നവൻ. പിന്നെ ഒംനീഷ്യൻ, എല്ലാം അറിയുന്നവൻ. ഈ മൂന്ന് വാക്കുകൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ബ്രഹ്മത്തെക്കുറിച്ച്, പ്രപഞ്ചശക്തിയെക്കുറിച്ച് പറയുന്നത്. പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതിനെയാണ് ഇവിടെ മഹാതപാഹ എന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ആ രൂപത്തിന് ഭഗവാന് ചതുർവ്യൂഹ, 4 രൂപങ്ങളുണ്ട് എന്നാണ് ചതുർവ്യൂഹം. അതിൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന, പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞിരിക്കുന്ന
ശക്തിവിശേഷം, ആ പരമപുരുഷൻ, നമ്മൾ ബ്രഹ്മമെന്ന് പറയുന്നത് ആ പ്രപഞ്ചശക്തി, ആ ശക്തിയാണ് ഒമ്നിപൊട്ടൻ്റായിട്ടും സകലതും അറിയുന്നതും എല്ലാത്തിനും മീതെ നിൽക്കുന്നവനും എല്ലാത്തിനും കൂടുതലായിട്ട് എല്ലാത്തിനും മുകളിൽ ശക്തിയുള്ളവനായിട്ടും അറിവുള്ളവനായിട്ടും സകല തലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായിട്ടുമുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ പറയുന്നതാണ് ആ ചതുർവ്യൂഹം. അതിൽ ആ പരമപുരുഷത്വമുള്ള രൂപമാണ് ഏത്? വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വാസുദേവ രൂപമാണ്, ആ പ്രാപഞ്ചിക രൂപമാണ് ആ സകലതലത്തും വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സർവജ്ഞാനി. മഹാതവാഹ എന്ന് പറയുന്നത് സർവജ്ഞാനിയാണ്. ബാക്കിയെല്ലാ സൃഷ്ടിവിശേഷങ്ങളും ബാക്കിയെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണല്ലോ. അപ്പോൾ അതിൽ കുറേയൊക്കെ ലിമിറ്റേഷൻ എല്ലാം ഉണ്ടായിരിക്കും. ഇത് ഈ സർവശക്തിയും എല്ലാ രൂപങ്ങളിലും ഉണ്ടായിരിക്കും. പക്ഷേ വെളിയിൽ കാണുന്നത് ആ ഉദ്ദേശിക്കപ്പെട്ട ശക്തി മാത്രമായിരിക്കും. അതായത് സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ശക്തി മാത്രമേ കാണുകയുള്ളൂ. സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ സ്ഥിതിവിശേഷം, ആ ശക്തി മാത്രമേ അതിൽ കാണുകയുള്ളൂ. പിന്നീട് സംഹാരശക്തി എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്ന ആ ശക്തി മാത്രമേ പ്രകടമായി കാണുകയുള്ളൂ. അത് ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണത്. അപ്പോൾ ഇവിടെ വാസുദേവ രൂപമാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ പരമപുരുഷനായിട്ടുള്ള രൂപത്തിനാണ് ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ആ പിന്നെ പുരുഷത്വമുള്ള പരമത്വം ഉള്ള പുരുഷനായ ആ രൂപത്തെയാണ് പ്രപഞ്ചശക്തി. ആ രൂപത്തിന് എല്ലാം പ്രകടമാണ്. അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. ആ ശക്തിവിശേഷത്തെ ആണ് വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ നിന്ന് മറ്റു 3 രൂപങ്ങളുണ്ടാകുന്നു. അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന സങ്കല്പങ്ങളുള്ള പോകുന്നത്. അതിവിടെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. പിന്നെയോ ആ ഭഗവാന്റെ ആ രൂപങ്ങൾ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ 3 രൂപങ്ങളാണ്. അത് വഴിയെ വരുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അതുപോലെ സംഘർഷണ രൂപങ്ങൾ, വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആ പരമ്പരകളിൻ്റെ ആ പ്രപഞ്ചശക്തിയുടെ മറ്റ് 3 രൂപങ്ങൾ ആണത്. അത് അടുത്ത ശ്ലോക വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്. ഇതിൽ പരരൂപമായിട്ടുള്ളത് വാസുദേവൻ. ആ വാസുദേവനാണ് പ്രപഞ്ചശക്തി. അതിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് മറ്റ് 3 രൂപങ്ങളെന്ന് പറയുന്നത്. യെസ്, ഒന്നുകൂടെ ചൊല്ലാം. രുദ്രോ ബഹുശിരാബഭ്രവിഷയോനിഷു ജിശ്രവാഹ അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഹ. അടുത്ത ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം.